ശരിക്കും ആരാണ് കോഴിക്കോട്ടെ DMO? ഡോക്ടർ ആശാദേവിയോ അതോ ഡോക്ടർ രാജേന്ദ്രനോ? ആരോഗ്യവകുപ്പ് ഇന്നലെ പറഞ്ഞത് ഡോക്ടർ ആശാദേവിയാണ് കോഴിക്കോട്ടെ DMO എന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയരുതെന്ന് മാത്രം. കാരണം മാസം 1 കഴിഞ്ഞു ഇവിടുത്തെ ഈ കസേരക്കളി തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 9-നാണ് കഥയുടെ തുടക്കം. അന്നാണ് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. കോഴിക്കോട് DMO ആയിരുന്ന ഡോക്ടർ N. രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി തിരുവനന്തപുരത്തേക്കും ആശാദേവിയെ കോഴിക്കോട് DMO ആക്കിയുമാണ് ഉത്തരവ് വന്നത്. ഉത്തരവ് കണ്ട ആശാദേവി പെട്ടിയും കിടക്കയും എടുത്ത് കോഴിക്കോട്ടേക്കെത്തി. പക്ഷേ ഡോക്ടർ രാജേന്ദ്രൻ ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ലെന്ന മട്ടിൽ കസേര വിട്ടുകൊടുത്തില്ല. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് രാജേന്ദ്രൻ സ്റ്റേ സമ്പാദിച്ചു. ഞാനാണ് DMO എന്ന് രണ്ടുപേരും അക്ഷരം തെറ്റാതെ പറയുന്നു. 2 കസേരയുള്ളത് കൊണ്ട് ഭാഗ്യമായി. 2 ദിവസം മുഖത്തോട് മുഖം നോക്കി ഇരുവരും ഒരേ ഓഫീസിലിരുന്നു. ആഹാ, എത്ര മനോഹരമായ കാഴ്ച! കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് പ്രശ്നത്തിൽ ഡിസംബർ 24-ന് തീർപ്പ് കൽപ്പിക്കാമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. അതുവരേക്കും സ്ഥലം മാറ്റ ഉത്തരവ് നിലനിൽക്കുമെന്ന് ആരോഗ്യവകുപ്പും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആശാദേവി കോഴിക്കോട്ടെ DMO ആയി. പക്ഷെ രാജേന്ദ്രൻ ഉണ്ടോ വിടുന്നു? ഹൈക്കോടതിയിൽ പോയി ഹർജി നൽകി വീണ്ടും കോഴിക്കോട്ടെ ഓഫീസിലെ കസേര പിടിക്കലായിരുന്നു രാജേന്ദ്രന്റെ ലക്ഷ്യം. ഇതോടെ സ്ഥലം മാറ്റത്തിന് മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തുടരണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശവും വന്നു. അങ്ങനെ ആശാദേവി കസേരയിൽ നിന്ന് എണീറ്റു. രാജേന്ദ്രൻ അഭിമാനത്തോടെ കസേരയിലിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് രണ്ടുപേരെയും നേരിൽ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ മുൻപിലുണ്ടായിരുന്ന മാർഗം. വിരമിക്കാൻ 1.5 വർഷമേ ബാക്കിയുള്ളൂ. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഡോക്ടർ ആശാദേവിക്ക് കോഴിക്കോട്ടേക്ക് ചുമതല കിട്ടിയത്. തിരുവനന്തപുരത്ത് ഒരു സീനിയർ ഡോക്ടറുടെ സേവനം വേണമല്ലോ. എന്നാൽ പിന്നെ ഡോക്ടർ രാജേന്ദ്രൻ ഇങ്ങോട്ടേക്ക് പോരി എന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.